ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ വചനചിന്തയ്ക്കായിട്ട് ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് മാർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം 25-ാം വാക്യം മുതലാണ്. ഈ വാക്യം നമ്മൾ പല ദൈവദാസന്മാരും പലപ്പോഴായിട്ടും ഈ വചനം ശുശ്രൂഷിക്കുകയും അതിൻ്റെ വെളിപ്പാടുകളെ നമ്മൾ കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ വചനവുമായിട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ക്രിസ്തുവിൻ്റെ വെളിപ്പാടിൽ നിന്നുള്ള ഒരു ശുശ്രൂഷ നിങ്ങളുടെ മുമ്പിൽ ചെയ്യുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഈ വചനവാക്യം നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. ഞാൻ നേരത്തെ പറയുണ്ടായിരുന്നു മാർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യമാണ്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറെ ഒന്ന് സഹിച്ചു, തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചു, ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രം എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്കൽ നിന്നും ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു, തൻ്റെ വസ്ത്രം തൊട്ടത് ആറ് എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിക്കി കണ്ടിട്ടും എന്നെ തൊട്ടത് ആറ് എന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ടും ഭയപ്പെട്ട് വിറച്ചും കൊണ്ടുവന്ന് അവൻ്റെ മുമ്പിൽ വീണു. വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ കാണുകയാണ് അതിൻ്റെ 34-ാം വാക്യം. യേശു ആ സ്ത്രീയോട് പറയാൻ, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ യേശു പറയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അപ്പം എന്താണ് ഈ സ്ത്രീ വിശ്വസിച്ചത്? നമ്മൾ തിരിച്ചറിയേണ്ടതായ ഏറ്റവും വലിയ കാര്യമാണ്, എന്താണ് യേശു അങ്ങനെ പറയാൻ കാരണം? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശു പറയാനുള്ള കാരണം എന്തായിരിക്കും? അവൾ എന്തായിരിക്കും യേശുവിൽ വിശ്വസിച്ചത്? ഇവിടെ നമുക്കത് തിരിച്ചറിയാനായിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് തുടങ്ങി നമുക്കൊന്നും കൂടി വായിക്കാം. അതിൻ്റെ 27-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു, അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. യേശുവിൻ്റെ വർത്തമാനം കേട്ടു. ഈ സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. പിന്നെ അവളോട് തന്നെ പറയണം, അല്ലെങ്കിൽ അവൾ തന്നെ ഹൃദയത്തിൽ ഉറപ്പിക്കുകയാണ്, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. അവളുടെ വിശ്വാസം അതായിരുന്നു. അപ്പോൾ ആ വിശ്വാസം എങ്ങനെ അവൾക്കുണ്ടായി? ആ വിശ്വാസം അവളിൽ ഉണ്ടാവാനുള്ള കാരണം എന്ത്? നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് ഈ സംഭവം നടക്കുന്നത്, യേശു പോകുന്നു, പുരുഷാരം തിക്കിത്തിരക്കിയാണ് പോകുന്നത്. അതിനിടക്കാണ് ഈ സ്ത്രീ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ട് വിടുതൽ പ്രാപിക്കുന്നത്.
അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, യേശുവിനെ കുറിച്ചിട്ട് സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് വിളിച്ചു പറയുന്നത്. അപ്പോൾ സ്നാപക യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് വിളിച്ചു പറയുന്നതാണ്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങളെ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ ഈ സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞത് ഇവള് കേട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ 27 നമ്മൾ വായിക്കുന്നത്, ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൾ കേട്ടു. സ്നാപക യോഹന്നാൻ ഇത് വിളിച്ചു പറയുന്നത് അവൾ കേട്ടു. നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് അവൾ ചിന്തിക്കുന്നത്, അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. ഈ പറഞ്ഞു എന്ന് പറയുന്നത് അവളോട് തന്നെ പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ അവൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടാകും, നമുക്കത് വിഷയമല്ല. പക്ഷെ ഹൃദയത്തിൽ അവൾ ഉറച്ചു, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. അപ്പോൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അതെന്തെന്നാ, സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞ വർത്തമാനമാണ് അവൾ കേട്ടത്. അവിടെ പറയുന്നത്, ലോകത്തിൻ്റെ പാപങ്ങളെ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ ഈ വർത്തമാനം അവൾ കേൾക്കുകയും അവൾ ഹൃദയത്തിൽ ഉറക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. അപ്പം ഇനി നമുക്ക് ചിന്തിക്കാം, ഇവൾ എന്തുകൊണ്ടിട്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടാൽ രക്ഷപ്പെടും എന്ന് ഇവൾ ചിന്തിക്കാൻ കാരണം എന്താ? അവളത് വിശ്വസിക്കാൻ കാരണം എന്താ? നേരത്തെ വായിക്കുണ്ടായിരുന്നു, അതിൻ്റെ അവസാനം യേശു പറയും, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ അവൾ വിശ്വസിച്ചത് എന്താ? ഇതാണ് ലോകത്തിൻ്റെ പാപങ്ങളെ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അത് സ്നാപക യോഹന്നാനിൽ നിന്നും അവൾ കേട്ടു. ആ കേൾവിയിൽ നിന്നും അവൾക്കൊരു വിശ്വാസം അവളുടെ ഉള്ളിൽ വന്നു. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ ഞാൻ തൊട്ടെന്നാൽ ഞാൻ ഞാൻ രക്ഷപ്പെടും. അത് അവൾ ഹൃദയത്തിൽ ഉറച്ചു. അപ്പോൾ അവളുടെ വിശ്വാസം, ഇവൻ പാപവിമോചകനാണ്, ഇവൻ ക്രിസ്തുവാണ് എന്നുള്ള തിരിച്ചറിവ്, ബോധ്യം അവൾക്കുണ്ടായി. പിന്നെ മറ്റൊന്ന്, നമ്മൾ ലേവ്യ പുസ്തകം എടുത്ത് വായിച്ചെന്നാൽ നമുക്കവിടെ പാപപരിഹാര യാഗത്തിന് ഓരോ പാപങ്ങൾക്ക് ഓരോ വ്യത്യസ്തമായ രീതിയിൽ പാപപരിഹാര യാഗം നടത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ലേവ്യ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അപ്പോൾ ഒരു വ്യക്തി പാപം ചെയ്തെന്നാൽ അക്കാലഘട്ടത്തിൽ ആലയത്തിൽ നടക്കുന്ന പാപപരിഹാര യാഗം എന്ന് വെച്ചെന്നാൽ ഒരു ഊനമില്ലാത്തൊരു കുഞ്ഞാടിനെ മഹാപുരോഹിതൻ്റെ അടുക്കിൽ കൊണ്ടുചെന്നിട്ട് ഈ കൊണ്ടുചെല്ലുന്ന വ്യക്തി ചെയ്ത പാപം ആ കുഞ്ഞാടിൻ്റെ തലയിൽ കൈവച്ച് ആ പാപം കുഞ്ഞാടിൻ്റെ മേൽ ചുമത്തിയിട്ട് ആ കുഞ്ഞാടിനെ യാഗമർപ്പിക്കുക എന്നുള്ള ഒരു പാപപരിഹാര യാഗമാണ് അക്കാലത്ത് ആലയത്തിന് അകത്ത് നടക്കുന്ന പാപപരിഹാര ബലി യാഗം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ആലയത്തിനകത്ത് ഇങ്ങനെ പാപപരിഹാര യാഗം നടക്കുകയും അതിനെക്കുറിച്ച് അറിയാവുന്നവളായ ഈ സ്ത്രീ കേൾക്കുകയാണ് സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുന്നത്, ഇതാണ് ലോകത്തിൻ്റെ പാപങ്ങളെ നീക്കുന്ന ദൈവം അയച്ച കുഞ്ഞാട്. ഇപ്പം ഇവള് യഹൂദ സ്ത്രീയാണ്, ഇവർക്ക് അറിയാം മിശിഹ വരും, തങ്ങൾക്കൊരു വീണ്ടെടുപ്പുകാരൻ വരും, ക്രിസ്തു വരും എന്നുള്ള പ്രത്യാശയിൽ കഴിഞ്ഞു പോകുന്ന ഒരു ജനവിഭാഗമാണ് യഹൂദന്മാർ. ഞാൻ വീണ്ടും പറയണ്, ആ ജനവിഭാഗത്തിൻ്റെ ആ കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് നിന്നിട്ടാണ് സ്നാപക യോഹന്നാൻ പറയുന്നത്, ഇതാണ് ലോകത്തിൻ്റെ പാപങ്ങളെ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ ഇവരുടെ ഉള്ളിൽ ഇവർക്ക് വ്യക്തമായൊരു ബോധ്യം വന്ന്, പ്രവാചകന്മാർ മുഖാന്തരം മുൻപേ പ്രവചിച്ച ക്രിസ്തു, തങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, പാപവിമോചകൻ,
ഈ തച്ചൻ്റെ മകനെന്ന് പറയുന്ന, അല്ലെങ്കിൽ മറിയുടെ മകനെന്ന് പറയുന്ന ഈ യേശുവാണ് ഈ ക്രിസ്തു എന്നുള്ള തിരിച്ചറിവ് ബോധ്യം അവൾക്ക് ലഭിച്ചു. അവൾക്ക് ആ ബോധ്യമുണ്ടായിരുന്നു, ആ തിരിച്ചറിവുണ്ടായിരുന്നു. ആ തിരിച്ചറിവിലും ബോധ്യത്തിൽ നിന്നാണ് അവളുടെ വിശ്വാസം, അവൾക്ക് ഉണ്ടായ വിശ്വാസം അതായിരുന്നു. അതാണ് യേശു പറഞ്ഞത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. യേശുവിന് മനസ്സിലായി ഇവളുടെ വിശ്വാസം എന്താണെന്ന്. കാരണം ഇവൾ വേറൊന്നും ചെയ്തില്ല. ഇവൾ യേശുവിൻ്റെ മുൻപിൽ വന്ന് കേണപേക്ഷിച്ചില്ല തന്നെ സൗഖ്യമാക്കണമെന്ന്. അവൾക്ക് ആ ക്രിസ്തുവാണ് ഈ യേശു എന്നുള്ള തിരിച്ചറിവ് ബോധ്യത്തോടുകൂടി, പാപവിമോചകനാണ് ഈ യേശു എന്നുള്ള തിരിച്ചറിവ് ബോധ്യത്തോടുകൂടി. അങ്ങനെയാണെങ്കിൽ എൻ്റെ പാപം ഈ ദൈവം അയച്ച കുഞ്ഞാടായ ഈ യേശുവിൻ്റെ മേൽ ചുമത്തിയാൽ എനിക്ക് പാപത്തിൽ നിന്ന് മോചനം കിട്ടും, പാപം മോചിക്കപ്പെട്ടാൽ എൻ്റെ രോഗസൗഖ്യമാകും, എനിക്ക് വിടുതലാകും എന്നുള്ള തിരിച്ചറിവും ബോധ്യം വന്ന് വെളിപ്പാടോടുകൂടി യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട അവളിലേക്ക് ശക്തി പുറപ്പെട്ടു. അവൾ വിടുതൽ പ്രാപിച്ചു. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് ഇത് തന്നെ. യേശു നിങ്ങൾക്ക് ആരാണെന്ന് നിങ്ങൾ എത്രമാത്രം തിരിച്ചറിയുന്നുവോ അതനുസരിച്ചാണ് നിങ്ങളുടെ വിടുതലും നിങ്ങളുടെ അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും ഉയർച്ചകളും എല്ലാം ഇരിക്കുന്നത്. യേശു നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാട് ആര് പ്രാപിക്കുന്നുവോ അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അവരുടെ ജീവിതത്തിൽ വീണ്ടെടുപ്പിൻ്റെ അനുഭവങ്ങളുണ്ടാവും. അവരുടെ ജീവിതത്തിലേക്ക് ദൈവശക്തി വ്യാപരിക്കും, ദൈവകൃപ വ്യാപരിക്കും, ദൈവത്തിൻ്റെ മഹത്വം അവർ കാണും. ഇന്ന് ഈ വചന ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് യേശു ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാടും തിരിച്ചറിവും ബോധ്യം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. യേശു നിങ്ങളുടെ ക്രിസ്തുവാണെങ്കിൽ, നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണെങ്കിൽ, നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന രോഗത്തിലാണെങ്കിലോ യേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്. നിങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരാണെങ്കിലോ യേശു ക്രിസ്തു മുഖാന്തരം സമൃദ്ധിയായിട്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ തൻ്റെ മഹത്വത്തിൻ്റെ ദാനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായും തീർത്തു തരും എന്നുള്ള വചനം നിങ്ങളുടെ ജീവിതത്തിൽ അതങ്ങനെ തന്നെ നിവൃത്തിയാകും. ഇന്നത്തെ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിനും വിടുതലിനും ഉയർച്ചയ്ക്കും സൗഖ്യത്തിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.